എനിക്ക് പറ്റിയ തൊഴിലല്ല ഇതെന്ന് ആദ്യമേ മനസ്സിലായ ഒരാളായിരുന്നു ഞാൻ. നിർത്തിയതാണ് ഈ പരിപാടി. അഭിനയം അതിന് 2 പ്രാവശ്യം ഞാൻ ഇനി മേലാൽ സിനിമയുടെ പുറകെ പോകില്ലെന്ന് തീരുമാനിച്ചാണ്. അതൊന്ന് ഞാൻ മിമിക്രി ചെയ്യുന്ന സമയത്ത് വാടാനപ്പള്ളി എന്ന സ്ഥലത്ത് പ്രോഗ്രാം കാണാൻ റോബിൻ തിരുമല അറിയോ? റോബിൻ തിരുമല വന്ന് അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇവൻ നല്ല ആർട്ടിസ്റ്റാണ്, വേഷം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പ്രോഗ്രാം കണ്ട സലീംകുമാറിന് ഒരു വേഷം തന്നെ ഞാൻ തരാം. ക്രിക്കറ്ററാണല്ലോ പുള്ളി. ഒരു കാര്യം ചെയ്യും, ഇത്ര ദിവസം ഇന്ന തീയതി രാമൂര് ഹോട്ടലിൽ തൃപ്പയാറ് വരണം, നമുക്ക് ഉറപ്പായിട്ട് ഞാൻ ഡയറക്ടർ ഉണ്ടാവും അവിടെ, ഉറപ്പ് ഒരു വിധം മെച്ചപ്പെട്ടൊരു വേഷം ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. സന്തോഷം എനിക്ക്. അങ്ങനെ അമ്മനോട് പറഞ്ഞു പുള്ളി, അമ്മ ഇങ്ങനെ ഒരാള് പറഞ്ഞെങ്കിൽ പോയിക്കോ ചെല്ല. അങ്ങനെ റൂമിൽ ചെന്നപ്പോ വേറൊരാളായിരിക്കണം. ഈ ആൾ എനിക്കറിയാം, എന്റെ സുഹൃത്താണ്. നീ എന്താന്ന് വെച്ചുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു റോബിൻ തിരുമലിനെ കാണാൻ വന്നതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു. പുള്ളി എനിക്കൊരു വേഷം തരാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ വന്നായിരുന്നു. അപ്പൊ ഞാനാണ് ഇപ്പൊ എഴുതണത്. റോബിൻ പിണങ്ങിപ്പോയിരുന്നു ഡയറക്ടറായിട്ട്. അപ്പൊ നീയൊക്കെ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ നടക്കണന്ന് ചോദിച്ചു. പിന്നെ എന്നെ തേജോധം ചേരായി. സിനിമ എന്ന് വെച്ചാല് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, മിമിക്രി ഒന്നുമല്ല, അത് വേറൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമ എന്നെ പുള്ളി പഠിപ്പിക്കുകയാണ്. നമുക്കൊന്ന് ജന്മത്ത് അഭിനയിക്കാൻ സിനിമയിലും വരാൻ പറ്റില്ലെന്ന് ഈ മനുഷ്യൻ പറയാന്ന്. അപ്പൊ എനിക്ക് ആകെ നാണക്കേടായി ഇൻസൾട്ടായി പോയി. അങ്ങനെ പുള്ളി അപ്പൊ പോയല്ലെന്ന് വെച്ച് ഞാൻ പോയി. ഇറങ്ങുന്ന സമയത്ത് സിദ്ദിഖ് ഷമീർ ഡയറക്ടർ അപ്പൊ എനിക്ക് എന്നെ പ്രോഗ്രാമൊക്കെ ചെയ്ത് അറിയാം പുള്ളിക്കാരൻ. എന്താ സിനിമ വേണമെന്ന് വെച്ച് ഞാൻ റോബിൻ തിരുമലൊന്ന് കാണാമെന്നാന്ന് പറഞ്ഞു. റോബിനിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അവിടെ ഇല്ല, ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി പരിപാടിക്ക് നിൽക്കരുന്നു. ശരിക്കും വേദനിച്ചല്ലേ? ശരിക്കും വേദനിച്ചു. അതൊന്നും മറക്കാൻ പറ്റില്ല, ഒന്നും മറക്കാൻ പറ്റില്ല അതെനിക്ക്.